എൻ്റെ വിയറ്റ്നാം ട്രിപ്പിലെ ഫസ്റ്റ് ഡേയിൽ ഞാൻ എക്സ്പ്ലോർ ചെയ്ത പ്ലേസസിനെ പറ്റിയാണ് ഈ വീഡിയോയിൽ ഞാൻ പറയുന്നത്. വിയറ്റ്നാമിലെ ദനാങ് എന്ന് പറഞ്ഞ ലാൻഡ് ചെയ്ത സ്പോട്ടിൽ തന്നെ ഞാൻ പോയ പ്ലേസാണ്. അവിടെയുള്ള കോക്കനട്ട് വില്ലേജ്. അത് ഫേമസ് ആയിട്ടുള്ളൊരു വില്ലേജാണ്. ലൈക്ക് കോക്കനട്ട് ട്രീ എന്ന് പറയുമ്പം നമ്മൾ വിചാരിക്കും കേരളത്തിലൊക്കെ ഉള്ള പോലെ തന്നെ കോക്കനട്ട് വലിയ ഹൈറ്റുള്ള കോക്കനട്ട് ട്രീ ആണെന്ന്. പക്ഷെ അങ്ങനെയല്ല, അത് കുറച്ച് ഷോർട്ട് ടൈപ്പായിട്ടുള്ള ഒരു കാറ്റഗറി ടൈപ്പുള്ള ട്രീ ആണ്. നമുക്ക് തന്നെ പറിക്കാൻ പറ്റും ആ കോക്കനട്ട്. സോ അത് ഒരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ആ ഒരു കോക്കനട്ട് വില്ലേജിലൂടെ ഉള്ളൊരു യാത്ര. അതും നമ്മൾ വാക്കിംഗ് ചെയ്തിട്ടുള്ളൊരു യാത്രയല്ല, അതിനെ കൊട്ടവഞ്ചിയിലാണ് നമ്മൾ അതിൽ ട്രാവലിംഗ് ചെയ്യുന്നത്. കൊട്ടവഞ്ചി നമ്മളെ ഈ വിയറ്റ്നാമിൽ മാത്രമുള്ള ഒരു കാര്യമല്ല, നമ്മളെ കേരളത്തിൽ കൊട്ടവഞ്ചിയുള്ള സ്ഥലങ്ങളുണ്ട്. ഈ ചിമ്മിണി ഫോറസ്റ്റിൽ ഇതുപോലെ ഒരു കൊട്ടവഞ്ചി ഉണ്ട്. അതിലിങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്ന ഗെയിമും കാര്യങ്ങളൊക്കെ അവർ ഉണ്ട്. അതുപോലെ തന്നെയാണ് ഈ വിയറ്റ്നാമിലെ ദനാങ് എന്ന് പറഞ്ഞ സ്ഥലത്ത് ഉണ്ട് ഈ കോക്കനട്ട് വില്ലേജും. അവിടെയും ഇങ്ങനെ കോക്കനട്ട് വില്ലേജിൻ്റെ ഉള്ളിൽ കൂടെയൊക്കെ നമുക്കിങ്ങനെ ഈ പറയുന്ന കൊട്ടവഞ്ചിയിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ട്രാവൽ ചെയ്തിട്ട് പോകാം. അതിൽ ക്രാബിനെ പിടിക്കാം. അങ്ങനെയൊക്കെ ഉള്ള ഒരു എന്താ പറയുക ആക്ടിവിറ്റീസൊക്കെ അവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പക്ഷെ ഞാൻ അവിടെ എനിക്ക് ഏറ്റവും കൂടുതൽ ഷോക്ക്ഡ് ആയിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അവിടെ പോയ സമയത്ത് കൂടുതലും ഹിന്ദി സോങ്സാണ് അവിടെ അവർ പ്ലേ ചെയ്തത്. ഡാൻസും കാര്യങ്ങളൊക്കെ ഹിന്ദി സോങ് വെച്ചിട്ടാണ്. പിന്നെ ലേറ്റർ ഓൺ ഞാൻ അതിനെപ്പറ്റി നന്നായിട്ടൊന്ന് ചോദിച്ചപ്പോഴാണ് മനസ്സിലായത്, ഏറ്റവും കൂടുതൽ ആളുകൾ വരുന്നത് ഇന്ത്യയിൽ നിന്നുമാണ്. അതായത് വിയറ്റ്നാമിൽ ഏറ്റവും കൂടുതൽ ഇൻകം കിട്ടുന്നതും ഇന്ത്യയിൽ നിന്നാണ്. ഇന്ത്യയിലുള്ള ടൂറിസ്റ്റുകളിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ഇൻകം കിട്ടുന്നത് തന്നെ. അപ്പം അതുകൊണ്ട് അവർക്ക് കുറച്ച് പ്രയോറിറ്റി കൊടുക്കാനും അവരെ ഒന്നും കൂടി ഹാപ്പി ആക്കണം, എന്നാലല്ലേ അടുത്ത ടീം ഇവിടേക്ക് ഇവർ പ്രിഫർ ചെയ്യുള്ളൂ. സോ അതുകൊണ്ട് ഇന്ത്യക്കാരെ ഹാപ്പി ആക്കാൻ വേണ്ടിയിട്ടാണ് ഇന്ത്യൻ സോങ്സ് വെക്കുന്നത്. അത് വിയറ്റ്നാമിൽ ഇന്ന സ്ഥലം എന്നൊന്നുമില്ല. അത് ദനാങ്ങിലായാലും ഹനോയി ആയാലും, ഞാൻ പോയ 2 സ്ഥലങ്ങളാണ് ദനാങ്ങും ഹനോയും. ഈ 2 സ്ഥലങ്ങളിലും നമ്മൾ പോയി കഴിഞ്ഞാൽ ഇന്ത്യൻ റെസ്റ്റോറൻറ്റുകൾ കൂടുതലും ചെയ്യുകയാണെങ്കിൽ, സ്ട്രീറ്റിൽ കൂടെ വാക്കിംഗ് ചെയ്യുകയാണെങ്കിൽ കൂടുതലും മലയാളികളും ഇന്ത്യൻസും ആണുള്ളത്. നമുക്കത് കണ്ടാൽ തന്നെ മനസ്സിലാവും, അവരുടെ ഫേസ് കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും. സോ അത് ഭയങ്കര ഒരു ഷോക്കിംഗ് എക്സ്പീരിയൻസ്. ഇന്ത്യനെ പറ്റിയിട്ട് പറയുകയാണെങ്കിൽ അവർക്ക് ഭയങ്കര പ്രൗഡ് ആയിട്ടാണ് അവർ ഇന്ത്യക്കാരെ പറ്റി പറയുന്നതും. സോ അത് നമുക്കവിടെ പോയി കഴിഞ്ഞാലും അവരുടെ ആ ഒരു കാമൻ്റെ ടോക്കിങ്ങും അവരുടെ നമ്മളോടുള്ള റെസ്പെക്റ്റും ഒക്കെ നമുക്ക് അതിലൂടെ മനസ്സിലാവും. പിന്നെ നമ്മൾ ദനാങ് എന്ന് പറയുന്നത് അത്ര ഒരു മെട്രോപൊളിറ്റൻ ആയിട്ടുള്ളൊരു പ്ലേസ് അല്ല. നോർമലി ഒരു റൂറൽ ഏരിയയാണ്. ഒക്കെ ഡെവലപ്പായി വരുന്നതേ ഉള്ളൂ. ഇപ്പോൾ ഒരു 1-2 വർഷമായിട്ട് സ്ലോലി ഡെവലപ്ഡായിട്ട് വരുന്നൊരു കൺട്രിയാണ് വിയറ്റ്നാം എന്ന് പറയുന്നത്. അതുകൊണ്ട് ഒരു 2-3 വർഷമൊക്കെ ആകുമ്പോഴത്തേക്കും കുറച്ചും കൂടി ഡെവലപ്പായിട്ട് വരും. കാരണം ടൂറിസ്റ്റുകളൊക്കെ ഇങ്ങനെ കൂടി വരുന്നുണ്ട്. സോ സാധാ നമ്മൾ ഈ ട്രാവൽ ചെയ്യുമ്പോൾ തന്നെ സാധാ ഒരു വയൽ പ്രദേശത്തു കൂടെയൊക്കെ നമ്മൾ നടന്നു പോകുന്ന അല്ലെങ്കിൽ പോകുന്ന ഒരു ഗ്രാമപ്രദേശം പോലെ തന്നെയാണ് ശരിക്കും വിയറ്റ്നാം എന്ന് പറയുന്നത്. ചില ഏരിയയിൽ, അതായത് ദനാങ്ങിലായിക്കോട്ടെ ഹനോയിലായിട്ടെ, ചില ഏരിയയിൽ മാത്രം കുറച്ച് ഒരു മെട്രോപൊളിറ്റൻ ഏരിയ ആയിട്ട് നമുക്ക് തോന്നുള്ളൂ. ബാക്കിയൊക്കെ ഒരു നോർമൽ ലൈഫ് ജീവിക്കുന്ന ആളുകളാണ്. ഇവിടെയുള്ള വിയറ്റ്നാമീസ് തന്നെയാണ് ഇവിടെ മൊത്തത്തിൽ ഈ കോക്കനട്ട് വില്ലേജൊക്കെ മാനേജ് ചെയ്യുന്നത്. അവിടെ മാർക്കറ്റിങ്ങിലായിക്കോട്ടെ, ഈ ബാസ്ക്കറ്റ് ബോട്ട് ഉണ്ടല്ലോ, അതിലുമൊക്കെ റൈഡ് ചെയ്യുന്നതുമൊക്കെ ഇവർ തന്നെയാണ്. സോ മൊത്തത്തിലുള്ള ഒരു അടിപൊളി വൈബ് തന്നെയാണ് ഈ ഒരു കോക്കനട്ട് വില്ലേജ് ഓവറോൾ വരുന്നത്. ടൈമിങ് മോർണിംഗ് ടു ഈവനിങ് വരെയാണ് ഉള്ളത് ഈ ബോട്ട് റൈഡ്. അത് കഴിഞ്ഞാൽ നമുക്ക് മാർക്കറ്റ് ഏരിയയിലൊക്കെ എക്സ്പ്ലോർ ചെയ്യാം. ഫുഡ് ഐറ്റംസ്, അവരുടെ ട്രഡീഷണൽ ഫുഡ് ഐറ്റംസൊക്കെ നമുക്ക് അവിടെ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും. ഈ ഹൊയാൻ വില്ലേജിൻ്റെ 2 സൈഡും മാർക്കറ്റുകളാണ്. മാർക്കറ്റുകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഫുഡ് ഐറ്റംസും എല്ലാ ഐറ്റംസും നമുക്ക് അവരുടെ കൾച്ചറിൽ ഉള്ള ക്രാഫ്റ്റ് ഐറ്റംസ്, പിന്നെ ഫുഡ്, പിന്നെ ഫുള്ള് എന്താ പറയുക DJ പോലെയൊക്കെ ലൈറ്റും ഒക്കെ ആയിട്ടുള്ളൊരു നല്ല വൈബായിട്ട് അവർ ലൈറ്റ് അവർക്ക് വിയറ്റ്നാം
നമ്മൾ ഏറ്റവും കൂടുതൽ ലൈറ്റ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. അവർക്ക് ലൈറ്റ് വെച്ചിട്ട് ഒരു പേപ്പർ ലൈറ്റാണ്, അത് വെച്ചിട്ടാണ് അവർ തന്നെ ക്രിയേറ്റ് ചെയ്തുണ്ടാക്കുന്ന ലൈറ്റാണ്, അത് വെച്ചിട്ടാണ് അവർ ഡെക്കറേഷൻസ് ഒക്കെ ചെയ്യുന്നത്. സോ അടുത്ത നെക്സ്റ്റ് വിയറ്റ്നാം വിശേഷങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം.